ഇന്ന് പുതിയൊരു ബാക്ടീരിയയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോയെന്നറിയില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ ഒരു ബാക്ടീരിയയെ പറ്റിയിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ ന്യൂസ് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. എൻഡറോബാക്ടർ ബുഗാഡെൻസിസ് എന്നാണ് ആ ഒരു ബാക്ടീരിയയുടെ പേര്. ഈ ഒരു ബാക്ടീരിയ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ്. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൊരു ബാക്ടീരിയമാണ് ഈ എൻഡറോബാക്ടർ ബുഗാഡെൻസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേര് സൂപ്പർ ബഗ്സ് എന്ന പേരിലാണ് ഇവർ ശരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സാന്നിധ്യം അവിടെ ഐഡൻറ്റിഫൈ ചെയ്തത് IIT മദ്രാസ്, നമ്മുടെ ഇന്ത്യയുടെ IIT മദ്രാസും അതുപോലെ തന്നെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി JPL എന്ന് പറയുന്ന ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഒരു സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്തതും അതിനെ പറ്റിയിട്ട് ഫർദർ സ്റ്റഡീസൊക്കെ നടത്തുന്നത് ഇവരാണ്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവർ 2018 തന്നെ ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇവരുടെ ഒരു സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം പിന്നെ ആ ഒരു എൻവയോൺമെൻറ്റ്, അവിടുത്തെ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ റേഡിയേഷൻ്റെയൊക്കെ സാന്നിധ്യം, ഇതൊക്കെ കാരണം ഈ പത്തോജന് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. ജനിതകമാറ്റം സംഭവിച്ചിട്ട് ഒരു കുറച്ചുകൂടെ അപകടകാരിയാകുന്ന രീതിയിലേക്ക് അതിന് ജനിതകമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെയുള്ള ആസ്ട്രോനട്സിന് ഇത് ഭീഷണിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ സുനിത വില്യംസ്, ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസും കൂടി അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആസ്ട്രോനട്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു പ്രസൻസ് ഇപ്പോൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ബാക്ടീരിയയ്ക്ക് എഗൻസ്റ്റായിട്ട്, ഈ ബാക്ടീരിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒന്നും അത്ര ഫലവത്തല്ല. കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മുടെ ഭൂമിയിൽ പ്രയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അവിടെ ഫലം കാണണമെന്നില്ല. അതുപോലെ തന്നെ ഈ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത, ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണ്. അതായത് മിക്കവാറും ഉള്ള ആൻറ്റിബയോട്ടിക്സിനോട് ഇത് റെസിസ്റ്റൻ്റ് ആണ്. ഇത് എന്ത് ചെയ്യും, ഇതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചിട്ട്. ഈ ബാക്ടീരിയ നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ശ്വസന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ലക്ഷണങ്ങൾ, ന്യൂമോണിയ പോലത്തെ കണ്ടീഷൻസാണ് ഉണ്ടാകുന്നത്. ഈ എൻഡറോബാക്ടർ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഗ്രൂപ്പൊന്നുമല്ല. മണ്ണിലും മലിനജലത്തിലും ഒക്കെ കാണപ്പെടുന്ന ഉള്ളൊരു ബാക്ടീരിയ ഗ്രൂപ്പാണ് എൻഡറോബാക്ടർ. പക്ഷേ ഇപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയിട്ടുള്ള അതിൻ്റെ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ജനിതകമാറ്റം സംഭവിച്ചവരാണ്. അതിൻ്റെ ആക്ഷനും ലക്ഷണങ്ങളും ഒക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആരോഗ്യ ഭീഷണി അവിടെ നിലനിൽക്കുന്നത് കാരണം സുനിത വില്യംസിൻ്റെ ഭൂമിയിലേക്കുള്ള മടക്കവും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ 2 ദിവസമായിട്ട് പത്രത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് നമ്മളും ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.